120-ലധികം രാജ്യങ്ങളുടെ പതാകകൾ കാണാതെ പഠിച്ച കൊച്ചുമിടുക്കനുണ്ട് കോഴിക്കോട് പുതുപ്പാടിയിൽ. കാരക്കുന്ന് അമ്പലക്കണ്ടി ഫൈസലിന്റെയും ഷഫിനയുടെയും മകനായ 1-ാം ക്ലാസ്സുകാരൻ അലു ഇഷാനാണ് ഈ താരം. വീട്ടുകാർ മുന്നോട്ട് വെച്ച ചലഞ്ചാണ് ഇഷാൻ പതാകകളെക്കുറിച്ച് പഠിക്കാൻ കാരണം. മണൽവയൽ AKTM സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അലു ഇഷാൻ. അലു ഇഷാന്റെ സൈക്കിൾ കേടായപ്പോൾ പുതിയ സൈക്കിൾ വാങ്ങിക്കൊടുക്കാനായി മാതാപിതാക്കൾ മുന്നോട്ട് വെച്ച നിബന്ധന 100 രാജ്യങ്ങളുടെ പേര് കാണാതെ പഠിക്കണം. കളി പക്ഷേ കാര്യമായി. രക്ഷിതാക്കൾ പിന്നീട് കണ്ടത് 7 വയസ്സുകാരൻ കുഞ്ഞിഷാൻ നടത്തിയ വലിയ വിജയം. അൽബേനിയ, അൾജീരിയ, മംഗോള, അർജന്റീന, അർമേനിയ, ഓസ്ട്രേലിയ, ഓസ്ട്രിയ, അഫ്ഗാനിസ്ഥാൻ, ബഹാമസ്, ബഹ്റൈൻ, ബംഗ്ലാദേശ്, ബർബഡോസ്, ബെലാറസ്, ബെൽജിയം, ബെനിൻ, ഭൂട്ടാൻ, ചൈന, കൊളംബിയ, ക്യൂബ, ഡെൻമാർക്ക്, ഈജിപ്ത്, എത്യോപ്യ. 10 ദിവസത്തോളം പിന്നിട്ടപ്പോൾ 100 കടന്ന് 120ഓളം രാജ്യങ്ങളുടെ പേരും പതാകയും ഈ 7 വയസ്സുകാരൻ മനഃപ്പാടമാക്കി. മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഉപയോഗിച്ചായിരുന്നു പരിശീലനം. വിവിധ രാജ്യങ്ങളുടെ പതാക പ്രിന്റ് എടുത്തും പഠനത്തിനായി ഉപയോഗിച്ചു. സൈക്കിൾ ചലഞ്ച് എന്നുള്ള നിലക്കാണ് ഇവനിത് ഏറ്റെടുത്തത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊരു സൈക്കിൾ വാങ്ങിക്കൊടുക്കുക എന്നുള്ള ആ ചലഞ്ചിനാണ് ഇവന് ഏറ്റെടുത്ത് പഠിച്ചു കഴിഞ്ഞത്. അപ്പോൾ ഏകദേശം ഒരു 115-120ഓളം രാജ്യങ്ങളും ഫ്ലാഗുകളിൽ നോക്കിയിട്ട് പറയും. അലു ഇഷാന്റെ നേട്ടത്തിൽ മാതാപിതാക്കളും അധ്യാപകരും ഇപ്പോഴും ഞെട്ടലിലാണ്. സ്പെയിൻ, അമേരിക്ക, ജപ്പാൻ, നേപ്പാൾ, മലേഷ്യ, ന്യൂസിലാൻഡ്, പാകിസ്ഥാൻ, ഫ്രാൻസ്. കുഞ്ഞുമോന്റെ കഴിവും വാശിയും കണ്ടറിഞ്ഞ ഫൈസലും ഷഫിനയും മകന് കൂടുതൽ പരിശീലനം നൽകാനുള്ള ഒരുക്കത്തിലാണ്. പ്രിയപ്പെട്ടവരുടെ പിന്തുണയോടെ വലിയ റെക്കോർഡുകൾ തന്നിലേക്ക് ചേർക്കാനുള്ള പരിശീലനത്തിലുമാണ് ഇഷാൻ. കൈരളി ന്യൂസ്, കോഴിക്കോട്.